ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു റോസ് ഫ്ലവർ ആണ് ലെഫ്റ്റ് ഓവർ ഫാബ്രിക് കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിത് ഫ്ലവർ വേസിൽ വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ഓൾഡ് ഹെയർ ബാൻഡിനെ ന്യൂ വേർഷൻ ആക്കി ഒക്കെ എടുക്കുകയും ചെയ്യാം. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാവേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് നമ്മൾ ഇതുപോലൊരു ഹെയർ ബാൻഡിലൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് മേക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാവേ. നമ്മൾ ഇതുപോലത്തെ സ്ക്വയേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. 14 പീസസ് ആണ് നമുക്ക് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടത്. 3.5 ഇഞ്ചാണ് ഈ സ്ക്വയറിന് നമ്മൾ വലിപ്പം കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് എത്രയാണെങ്കിലും വലിപ്പം കൊടുക്കാം. ഇതിലും കുറഞ്ഞ വലിപ്പത്തിലോ കൂടിയ വലിപ്പത്തിലോ കൊടുക്കാം. പക്ഷെങ്കിൽ 14 പീസാണ് വേണ്ടത്. സ്ക്വയർ ആണ് എടുക്കേണ്ടത്. അതിനെ നമ്മളിതാ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിനെ നമ്മൾ ഒന്നുകൂടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഈ ഷേപ്പ് കിട്ടി. അതിനുശേഷം അതേ സൈഡ് തന്നെ നമ്മൾ ഒന്നുകൂടെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളൊരു സൂചിയും നൂലും എടുത്ത് നൂലിൻ്റെ അറ്റത്ത് നമ്മളൊരു നോട്ട് ഇട്ടതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ നമ്മൾ കോർത്തങ്ങ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. സാധാ റണ്ണിങ് സ്റ്റിച്ചാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ തയ്യൽ മെഷീനിലും ഇങ്ങനെ ഓരോ പെറ്റൽസിൻ്റെ ഷേപ്പ് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ഇനി അടുത്ത ഭാഗവും നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം നമുക്ക് ഓരോ പെറ്റൽസ് കിട്ടുന്നു. ഈ ഭാഗവും നമ്മളിതാ ഇതുപോലെ തന്നെ സൂചിയും നൂലും ഉപയോഗിച്ച് സാധാ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് തയ്യൽ മെഷീനിൽ ഇതുപോലെ ഓരോ പെറ്റൽസ് ഇങ്ങനെ ഷേപ്പ് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുത്താലും മതിയേ. ഇത് കണ്ടോ, ഇതുപോലെ നമുക്കിപ്പോൾ ഇങ്ങനെ ലഭിക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സൈഡിൽ നോട്ടിട്ട് നല്ല സ്ട്രോങ് ആക്കി കൊടുക്കുകയാണ്, കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഇതുപോലെ ഓരോ പെറ്റൽസും റെഡിയായി ലഭിച്ചത്. നമ്മൾ ഇതേ സെയിം മെത്തേഡിലാണ് ഇതുപോലെ എല്ലാ പെറ്റൽസും എടുത്തത്. അതിനുശേഷം ഇതിനെ നമുക്ക് ഒന്നുകൂടെ നോക്കാം. നമ്മൾ 3.5 ഇഞ്ചിൻ്റെ സ്ക്വയർ എടുത്തു. അതിനെ രണ്ടായിട്ട് മടക്കി അതിൻ്റെ ഒരു സൈഡ് വീണ്ടും നമ്മൾ ഒന്നുകൂടെ മടക്കി അതിനുശേഷം ഒന്നുകൂടെ നമ്മളിതാ ഇതുപോലെ ചെറുതായിട്ട് മടക്കി അതിനുശേഷം നമ്മളിതാ ഒരു സൂചിയും നൂലും ഉപയോഗിച്ച് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിൻ്റെ സെൻറ്ററിൽ വരുമ്പോൾ നമ്മൾ അടുത്ത വശവും ഒന്നുകൂടെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തു. വീണ്ടും അതിൻ്റെ സൈഡ് ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഷേപ്പ് കിട്ടുന്നത്. ഇങ്ങനെ ഉള്ള ഷേപ്പുള്ള പെറ്റൽസാണ് നമുക്ക് ഈ റോസ് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇത് ലെഫ്റ്റ് ഓവർ ഫാബ്രിക് കൊണ്ട് നമുക്ക് വീട്ടിൽ മേക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ഉടുപ്പ് തയ്ക്കുമ്പോൾ അതിലൊക്കെ മേക്ക് ചെയ്ത് വയ്ക്കാം, ഹെയർ ബാൻഡേ വയ്ക്കാം. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ക്രാഫ്റ്റ് ഐറ്റംസ് സ്കൂളിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഇതുപോലെ ഇങ്ങനെ നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് 14 പെറ്റൽസ് ഇവിടെ റെഡിയായി ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ ഗ്ലൂ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു പെറ്റൽ എടുത്തതിന് ശേഷം അതിൻ്റെ ഹാഫിലേക്ക് ഇങ്ങനെ ഗ്ലൂ അറ്റാച്ച് ചെയ്യുന്നു. എന്നിട്ട് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നത് പോലെയാണ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഗ്ലൂ ഗൺ വേണമെന്നൊന്നുമില്ല. നമുക്ക് സാധാരണ കൈകൊണ്ട് തേക്കാവുന്ന ഏത് ഗ്ലൂ ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഹാഫായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. ഹാൻഡ് സ്റ്റിച്ച് ആയാലും മതി, അല്ലെങ്കിൽ നമുക്ക് മെഷീനിലാണെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഗ്ലൂ ഗൺ വെച്ച് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഏത് ടൈപ്പിലുള്ള പശ കൊണ്ടും നന്നായിട്ട് ഒട്ടുന്ന പശയായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഈ 14 പെറ്റൽസും ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തെടുക്കുന്ന രീതിയിൽ ഇങ്ങനെ ഗ്ലൂ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തോ ഹാൻഡ് സ്റ്റിച്ച് ചെയ്തോ അല്ലെങ്കിൽ മെഷീനിൽ ചെയ്തോ ഒക്കെ നമുക്ക് എടുക്കാം. ഇതുപോലെ ഇപ്പോൾ നമ്മൾക്ക് ഫുള്ളായിട്ട് ഈ 14 പെറ്റൽസും ഇതുപോലെ റെഡിയായി ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ചുരുട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചുരുട്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ പശ ഒട്ടിച്ചു കൊടുക്കണം. അത് ഏത് ടൈപ്പ് ഗ്ലൂ ആണെങ്കിലും കുഴപ്പമില്ല. ഗ്ലൂ ഗൺ വേണമെന്നൊന്നുമില്ല. ഇതുപോലെ നമ്മൾ ഇതിൻ്റെ സൈഡിലേക്ക് ഇതിൻ്റെ സൈഡ് ചേർത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ പശ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ ചുരുട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പശ തേക്കുക, വീണ്ടും ചുരുട്ടുക. അപ്പോൾ ഈ ചുരുട്ടുന്ന സമയത്ത് നമുക്കിതിനെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് അഴിഞ്ഞു പോകാത്ത രീതിയിലാണ് നമ്മൾ കൈകൊണ്ട് കുറച്ച് സ്ട്രോങ് ആയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചുരുട്ടി എടുക്കേണ്ടത്. അപ്പം പശ തേക്കുക, അതിനുശേഷം ഇങ്ങനെ ചുരുട്ടുക. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ റോസ് ഫ്ലവർ റെഡിയായി ലഭിക്കുകയാണ്. എന്നിട്ട് ഒരല്പ സമയം കഴിയുമ്പോഴത്തേനും ഗ്ലൂ ഗൺ ആണെങ്കിൽ പെട്ടെന്ന് ഒട്ടും, അല്ലാത്തതാണെങ്കിൽ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക.
അതിനുശേഷം ദാ ഈ ഭാഗങ്ങൾ ഇങ്ങനെ നമ്മൾ ഒന്ന് നിവർത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ദാ ഇത് കണ്ടോ, നമുക്ക് നല്ലൊരു റോസ് ഫ്ലവറാണ്. നമ്മുടെ ലെഫ്റ്റ് ഓവർ ഫാബ്രിക് കൊണ്ട് കുഞ്ഞു കുട്ടികൾക്ക് ഒക്കെ ഉടുപ്പിൽ വെക്കാം, അതുപോലെ തന്നെ ഹെയർ ബാൻഡിൽ വെക്കാം, അതുപോലെ തന്നെ ഇത് നമുക്ക് ഫ്ലവർ വേസിലൊക്കെ വെക്കാവേ. നമ്മളിപ്പോൾ ഇവിടെ ഒരു ഓൾഡ് ഹെയർ ബാൻഡിലാണ് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാവേ. ഇതാ നമ്മൾ 1.5 ഇഞ്ച് വിഡ്ത്തും നല്ല ലെങ്തുമുള്ള ഇങ്ങനത്തെ പീസസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു പീസ് എടുത്തതിന് ശേഷം നമ്മൾ ലെങ്ത് അറ്റാച്ച് ചെയ്താണെങ്കിൽ നമുക്ക് എടുക്കാം. എന്നിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. നമ്മൾ ഒരുവിധം നല്ല ലെങ്തുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. രണ്ട് സൈഡ് ഓപ്പൺ ആയിട്ടാണ്. അതിൻ്റെ ഒരു സൈഡ് വഴി നമ്മൾ നീഡിൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആ നീഡിൻ്റെ ബാക്ക് ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ ഇതിനെ ഒന്ന് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ തിരിച്ചെടുക്കാം. ഇതുപോലെ നമുക്കിപ്പം ഇങ്ങനെ ലഭിക്കും. ഇനി നമ്മൾ ആ സ്റ്റിച്ചിങ് ഇങ്ങനെ ഒരു അകത്ത് വരുന്ന രീതിയിൽ നന്നായിട്ട് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കണേ. ഇങ്ങനെ നമ്മൾ അയൺ ചെയ്തെടുത്തതിന് ശേഷം നമ്മളുടെ ഓൾഡായിട്ടുള്ള ഹെയർ ബാൻഡിലേക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ചുളിവ് വരണം ആ രീതിയിൽ, അതിനാണ് നമ്മൾ നല്ല ലെങ്ത് എടുക്കുന്നത്. മാക്സിമം മുറുകിയിരിക്കുന്ന രീതിയിൽ നമ്മളിതാ ഇതുപോലെ എടുക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ സൈഡിലേക്ക് നമ്മളിതാ ഇങ്ങനെ ഗ്ലൂ തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ പ്രസ് ചെയ്ത് അവിടെ ഒന്ന് നമ്മൾ അറ്റാച്ച് ചെയ്ത് ആ സൈഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതേ സെയിം രീതിയിൽ എടുക്കാം. നമുക്ക് ഏത് തരം ഗ്ലൂവോ അല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി അവിടെ. അങ്ങനെയാണെങ്കിലും ആ ഭാഗം നമുക്ക് അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം രണ്ട് സൈഡും ക്ലോസ് ആയി ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ സെയിം വിഡ്ത്ത് 1.5 ഇഞ്ച് വിഡ്ത്ത് തന്നെയുള്ള ഒരു ക്ലോത്ത് എടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിൽ നമ്മൾ ആ ഹെയറിലേക്ക് കുഞ്ഞുങ്ങളുടെ ഇയറിൻ്റെ ഭാഗത്ത് വരുന്ന ആ സൈഡിൽ നമ്മൾ ഇതുപോലെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സെയിം കളർ കൊണ്ടാണ് ഇവിടെ ഒന്ന് ടൈറ്റായിട്ട് ഇത് ഇങ്ങനെ ചുറ്റുമ്പോൾ നമ്മൾ ഗ്ലൂ തേക്കുക. അതിനുശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഗ്ലൂ തേച്ച് നമ്മൾ ഇവിടെ നല്ല ക്ലോസ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം അവിടെ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ അറ്റാച്ച് ചെയ്തത് ഒന്നും അഴിഞ്ഞു പോകാതെയും നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെ നമ്മളൊന്നുകൂടെ ആ രണ്ട് സൈഡ് മാത്രം ഒരല്പം മാത്രം ഇതുപോലെ ചുറ്റിയെടുക്കുന്നത്. ബാക്കി എല്ലായിടും ആ ചുരുങ്ങി കിടക്കുന്ന പോലെയാണ്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്ലവർ എടുത്തതിന് ശേഷം അതിൻ്റെ ആ സൈഡിലേക്ക് ഒരു പീസ് ക്ലോത്ത് എടുത്ത് അതിന് ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ വിട്ട് കൊടുത്താൽ മതിയേ ഈ അറ്റാച്ച് ചെയ്യുന്ന പീസിന്. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം ചുറ്റുന്ന സമയത്ത് നമ്മൾ നല്ല ടൈറ്റാക്കി വേണം ചുറ്റിയെടുക്കാൻ. എങ്കിൽ മാത്രമേ അത് നല്ല ഹാർഡായിട്ട് അവിടെ ഇരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഏത് തരം ഗ്ലൂവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുറച്ചുകൂടെ സമയം എടുത്താണെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ നല്ല നീറ്റാക്കി നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഗ്ലൂ തേച്ച് അവിടെ അറ്റാച്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ഹെയർ ബാൻഡിൽ എവിടെയാണോ ഇത് അറ്റാച്ച് ചെയ്യേണ്ടത് അവിടേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ സാധാ ഗ്ലൂവോ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതിയേ. നമ്മളിപ്പോൾ ലെഫ്റ്റ് ഓവർ ഫാബ്രിക് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒരു ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് യൂസ്ഫുൾ ആയ രീതിയിലാണ്. ഒരു ഓൾഡ് ഹെയർ ബാൻഡിനെ നമ്മൾ ന്യൂ വേർഷൻ ആക്കി എടുത്തിരിക്കുകയാണ്. പിന്നെ ആ റോസ് ഫ്ലവർ ഇതളുകൾ നമ്മളൊന്ന് നിവർത്തി കൊടുത്താൽ ഇതുപോലത്തെ ഒരു ലുക്കും കിട്ടും. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.